ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലെറ്റ്സ് ലേൺ സിവിൽ എഞ്ചിനീയറിംഗ് ക്ലാസ് റൂമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വരാനിരിക്കുന്ന ഓവർസിയർ ഗ്രേഡ് 2 എക്സാമുകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷനാണ് നമ്മൾ ഈ വീഡിയോയുടെ സീരീസിലൂടെ ചെയ്യുന്നത്. ഓവർസിയർ ഗ്രേഡ് 2വിൻ്റെ 39ാമത്തെ വീഡിയോ ആണ്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ 6ാമത്തെ വീഡിയോ ആണിത്. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ 2017 നടന്നിട്ടുള്ള LSTDയുടെ ഓവർസിയർ ഡ്രാഫ്റ്റ്മെൻ ഗ്രേഡ് 2വിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിനു മുമ്പ് എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ പുതിയ വീഡിയോസ് ലഭിക്കാൻ വേണ്ടിയിട്ട് ചാനലിൽ ജോയിൻ ചെയ്യുക. ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പം നമുക്ക് ഇന്നത്തെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. സർവേ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഇൻ ഇന്ത്യ ദ അഡോപ്റ്റഡ് ഡാറ്റം ഈസ്. ഇന്ത്യയിൽ അഡോപ്റ്റ് ചെയ്തിട്ടുള്ള ഡാറ്റം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. നമുക്കറിയാം ഇത് ലെവലിംഗുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സർവേയുടെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് മാപ്പ് അല്ലെങ്കിൽ പ്ലാൻ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് ഹൊറിസോണ്ടൽ പ്ലെയിനിലുള്ള ഡിസ്റ്റൻസ് എടുത്തുകൊണ്ടായിരിക്കണം. എന്നാൽ വെർട്ടിക്കൽ ഡിസ്റ്റൻസുകൾ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലെവലിംഗ് യൂസ് ചെയ്യുക. വെർട്ടിക്കൽ ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യുന്ന പ്ലാനിനെയാണ് നമ്മൾ കോണ്ടൂർ പ്ലാൻ, അല്ലെങ്കിൽ ആ പ്രോസസ്സിനെ നമ്മൾ കോണ്ടൂറിംഗ് എന്ന് പറയും. അപ്പൊ ലെവലിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു പോയിന്റിന്റെ വെർട്ടിക്കൽ ഡിസ്റ്റൻസുകൾ നമുക്ക് മാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത് ലെവലിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സാണ്. അപ്പൊ ഈ ലെവലിംഗിന് വേണ്ടിയിട്ട് എപ്പോഴും നമുക്കറിയാം ഒരു ഒബ്ജക്റ്റിന്റെ അല്ലെങ്കിൽ ഒരു പോയിന്റിന്റെ ഹൈറ്റ് പറയണമെന്നുണ്ടെങ്കിൽ അതിനെന്തുണ്ടാവണം? ഒരു റെഫറൻസ് ആയിട്ടുള്ള ഡാറ്റം ഉണ്ടാവണം, അല്ലെങ്കിൽ ഒരു റെഫറൻസ് പ്ലെയിൻ ഉണ്ടാവണം. ആ റെഫറൻസ് പ്ലെയിനിനെയാണ് നമ്മൾ ഡാറ്റം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അറിയാം ഏതൊരു ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് പറയുകയാണെന്നുണ്ടെങ്കിലും ഒരു ഡാറ്റം ഇല്ലാതെ നമുക്ക് ഒരു ഒബ്ജക്റ്റിന്റെയും ഹൈറ്റ് പറയാൻ പറ്റില്ല, അല്ലെ? ഹൈറ്റ് ഒരു ഡാറ്റത്തിൽ നിന്ന്, ഒരു റെഫറൻസ് പ്ലെയിനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഒരു ഒബ്ജക്റ്റിന്റെ ഹൈറ്റോ ഒരു പോയിന്റിന്റെ ഹൈറ്റോ ഒക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? അതാണ് ആ റെഫറൻസ് പ്ലെയിനെയാണ് നമ്മൾ ഡാറ്റം എന്ന് പറയുന്നത്. നമ്മളൊരു പോയിന്റിന്റെ ഹൈറ്റിന് മാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു കോമൺലി അഡോപ്റ്റഡ് ആയിട്ടുള്ള ഒരു ഡാറ്റം ഉണ്ടായിരിക്കണം. പല രാജ്യങ്ങളും ഡാറ്റമായിട്ട് ചൂസ് ചെയ്തിട്ടുള്ളത് മീൻ സീ ലെവലാണ്. എന്താണ് മീൻ സീ ലെവലിന്റെ പ്രത്യേകത? അതൊരു റെഫറൻസ് ആയിട്ടുള്ള പ്ലെയിന് എടുക്കാൻ വേണ്ടിയിട്ടാണ് മീൻ സീ ലെവൽ ചൂസ് ചെയ്തിട്ടുള്ളത്. എന്താണ് മീൻ സീ ലെവൽ? അത് പറയാം. മീൻ സീ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സീയുടെ ആവറേജ്, മീൻ എന്ന് പറഞ്ഞാൽ ആവറേജ് ആണ്, അരിത്തമെറ്റിക് ആവറേജിനെയാണ് മീൻ എന്ന് പറയാം. അപ്പോൾ ഒരു സീയുടെ ലെവലിന്റെ ആവറേജ് ഹൈറ്റുകളെ ഹവേർലി വേരിയേഷനിൽ, അതായത് ഓരോ മണിക്കൂറിലും നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു സീയുടെ ലെവലിനെ മാർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ടു എ പീരീഡ് ഓഫ് 19 years, 19 വർഷത്തേക്ക് ഓരോ മണിക്കൂറിലുമുള്ള സീയുടെ ലെവലിന്റെ വേരിയേഷനെ നമ്മൾ ആവറേജ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പ്ലെയിൻ ഉണ്ട്. ആ പ്ലെയിനിനെയാണ് നമ്മൾ മീൻ സീ ലെവൽ എന്ന് പറയുന്നത്. ആൻഡ് മീൻ സീ ലെവലിനെ നമ്മൾ എന്ത് ചെയ്യും? 0 ആയിട്ടാണ് അഡോപ്റ്റ് ചെയ്യുന്നത്. അതായത് ആ പോയിന്റിലുള്ള ലെവലുകളെല്ലാം 0 ആണ് എന്നാണ് നമ്മളുടെ അസംഷൻ. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് വേണം? ഒരു സീ വേണം, അല്ലെ? അപ്പൊ ഇന്ത്യയിൽ അഡോപ്റ്റ് ചെയ്യുന്നത് എന്താണ്? കറാച്ചിയിലുള്ള മീൻ സീ ലെവലാണ്. കറാച്ചി എന്നുള്ള സ്ഥലം എന്താണ്? പാകിസ്ഥാനിലാണ്. പിന്നെ എന്തിനാണ് ഇന്ത്യക്കാർ പാകിസ്ഥാനിലുള്ള ഒരു സീയുടെ ലെവലിനെ ചൂസ് ചെയ്യുന്നത്? സ്വാതന്ത്ര്യത്തിന് മുൻപായിരുന്നു എന്ത് ചെയ്യുന്നത്? കറാച്ചിയുടെ ലെവൽ നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം നമ്മൾ ആ ലെവലിനെ നമ്മളുടെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പെർമനന്റ് ബെഞ്ച് മാർക്ക് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? മുംബൈയിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പൊ റെഫറൻസിന് വേണ്ടിയിട്ട് പാകിസ്ഥാനിൽ പോകേണ്ട ആവശ്യമില്ല. ഇന്ത്യക്കാർക്ക് എന്താണ്? മുംബൈയിലുള്ള പെർമനന്റ് ബെഞ്ച് മാർക്കിൽ നിന്നാണ് ഇപ്പോൾ ലെവലുകൾ റെഫർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ GTS അല്ലെങ്കിൽ ഗ്ലോബലി ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? കറാച്ചിയിലെ മീൻ സീ ലെവലാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന ഡാറ്റം. എന്നാൽ ഇന്ത്യൻ റോഡ് കോൺഗ്രസ്, അതേപോലെ തന്നെ ഇന്ത്യൻ റെയിൽവേ പോലെയുള്ള ഗവൺമെന്റിന്റെ സ്ഥാപനങ്ങൾ ചൂസ് ചെയ്യുന്ന ഡാറ്റം എന്ന് പറയുന്നത് മുംബൈയിലുള്ള പെർമനന്റ് ബെഞ്ച് മാർക്കിൽ നിന്നാണ് എടുക്കുന്നത്. പലപ്പോഴും PSCക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യനിൽ വരുന്ന മാറ്റം, ഒന്ന് കോമൺ ആയിട്ട് അഡോപ്റ്റ് ചെയ്യുന്ന ഡാറ്റം ഏത്, ഇന്ത്യയിൽ അഡോപ്റ്റ് ചെയ്യുന്ന ഡാറ്റം ഏത്, സീ ലെവൽ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മുംബൈയിൽ നിന്ന് എഴുതി വെക്കരുത്. കാരണം മുംബൈയിൽ സീ ലെവൽ ഇല്ല, മറിച്ച് കറാച്ചിയിലുള്ള സീ ലെവലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എന്നാൽ പെർമനന്റ് ബെഞ്ച് മാർക്കായിട്ട് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ലെവലിങ്ങിന് വേണ്ടി നമ്മൾ റെഫർ ചെയ്യുന്ന ബെഞ്ച് മാർക്ക് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മുംബൈയിലാണുള്ളത് എന്ന് മനസ്സിലാക്കുക. അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ വെനീഷ്യൻ ആർച്ച് ഹാസ് ഡാഷ് സെന്റേഴ്സ്. ഒരു വെനീഷ്യൻ ആർച്ചിന് എത്ര സെന്ററുകൾ ഉണ്ട് എന്നുള്ളതാണ് ചോദ്യം. ഇതിന്റെ ആൻസർ 4 ആണ്. ഒരു 4 സെന്റേർഡ് ആർച്ചാണ് വെനീഷ്യൻ ആർച്ച്.
അപ്പൊ എന്താണ് ഈ വെനീഷ്യൻ ആർച്ച് എന്ന് പറയാം? വെനീഷ്യൻ ആർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ക്രൗണിലുള്ള ഡെപ്ത്, നമുക്കറിയാം ക്രൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹയസ്റ്റ് പോയിന്റിനെയാണ് ക്രൗൺ എന്ന് പറയാം. ആ ക്രൗണിലുള്ള ഡെപ്ത് എന്തായിരിക്കും? കൂടുതലായിരിക്കും ടുവേർഡ്സ് ദ സ്പ്രിംഗിങ് ലൈൻ. സ്പ്രിംഗിങ് ലൈനിലേക്ക്, സ്പ്രിംഗിങ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ്? ഈ താഴത്തെ ഭാഗമാണ് അല്ലെ സ്പ്രിംഗിങ് ആക്ഷൻ, സ്പ്രിംഗിങ് ലൈൻ ഫോം ചെയ്യുന്ന പോയിന്റുകളെയാണ് സ്പ്രിംഗിങ് ലൈൻ എന്ന് പറയുക. അപ്പൊ ആ ഭാഗത്ത് അതിന്റെ വിഡ്ത്ത് എന്തായിരിക്കും? കുറവായിരിക്കും ആസ് കമ്പയർഡ് ടു ഇറ്റ്സ് ക്രൗൺ. ക്രൗണിൽ എന്തായിരിക്കും? ഡെപ്ത് കൂടുതലായിരിക്കും. അപ്പൊ 4 ആർക്കുകൾ ചേർന്നതാണ് എന്ത്? വെനീഷ്യൻ ആർച്ച്. അതുകൊണ്ടാണ് അതിന് 4 സെന്റേർഡ് ആർച്ച് എന്ന് പറയുന്നത്. വെനീഷ്യൻ ആർച്ചിന്റെ മറ്റൊരു പേരാണ് ടുഡോർ ആർച്ച് എന്ന് പറയും. TUDOR, ടുഡോർ ആർച്ച് എന്നും വെനീഷ്യൻ ആർച്ചിനെ പറയാറുണ്ട്. ഇനി നമുക്ക് മറ്റുള്ളതിന്റെ എക്സാമ്പിൾ നോക്കാം. 3 സെന്റേർഡ് ആർച്ചിന് എക്സാമ്പിൾ ആണ് ഫ്ലോറന്റൈൻ ആർച്ച് എന്നുള്ളത്. ഫ്ലോറന്റൈൻ ആർച്ചിന്റെ ഇന്റർഡോസ് ഒരു സെമി സർക്കുലർ ആവും, എക്സ്ട്രാഡോസിൽ 2 ആർക്കുകൾ ഉണ്ടാവും. സോ അതിനെയാണ് നമ്മൾ ഫ്ലോറന്റൈൻ ആർച്ച് എന്ന് പറയാം. ഇതേപോലെ തന്നെ 2 സെന്റേർഡ് ആർച്ച്, 2 സെന്ററുകളുള്ള ആർച്ചാണ് പോയിന്റഡ് ആർച്ച്. പോയിന്റഡ് ആർച്ച് 2 സെന്റേർഡ് ആണ്. ഒരു ഫ്ലാറ്റ് ആർച്ച് എന്നുള്ളത് സിംഗിൾ സെന്റേർഡ് ആണ്, അല്ലെങ്കിൽ സെഗ്മെന്റൽ ആർച്ച് സിംഗിൾ സെന്റേർഡ് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ പ്രോസസ് ഓഫ് റൊട്ടേറ്റിംഗ് ദ ടെലിസ്കോപ്പ് ഇൻ വെർട്ടിക്കൽ പ്ലെയിൻ ത്രൂ 180 ഡിഗ്രി അബൌട്ട് ദ ഹൊറിസോണ്ടൽ ആക്സിസ്. ഹൊറിസോണ്ടൽ ആക്സിസിൽ വെർട്ടിക്കൽ പ്ലെയിനിലൂടെ 180 ഡിഗ്രിയിൽ ടെലിസ്കോപ്പിനെ റൊട്ടേറ്റ് ചെയ്യുന്നതിനെ എന്താണ് നമ്മൾ പറയുക എന്നുള്ളതാണ് ചോദ്യം. ഇതിന്റെ ആൻസർ ട്രാൻസിറ്റിംഗ് എന്നാണ്. ഹൊറിസോണ്ടൽ ആക്സിസിൽ ടെലിസ്കോപ്പിനെ വെർട്ടിക്കൽ പ്ലെയിനിലൂടെ തിരിക്കുന്നതിനെയാണ് നമ്മൾ ട്രാൻസിറ്റിംഗ് അല്ലെങ്കിൽ റിവേഴ്സിംഗ് അല്ലെങ്കിൽ പ്ലഞ്ചിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിപ്പോ ഇതിൽ 3ഉം ചോദിക്കാം, ചിലപ്പോൾ 3ഉം ഓപ്ഷനിൽ ഉണ്ടാവും. അപ്പോൾ ഓൾ ഓഫ് ദി അബവ് ആയിരിക്കും ആൻസർ. വെർട്ടിക്കൽ ആക്സിസിൽ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ 180 ഡിഗ്രിയിൽ ടെലിസ്കോപ്പിനെ തിരിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ സ്വിങ്ങിങ് എന്നാണ് പറയുക. അവിടെ 180 ഡിഗ്രി തിരിക്കണം എന്നില്ല, റൈറ്റിലോട്ടോ ലെഫ്റ്റിലോട്ടോ റൊട്ടേറ്റ് ചെയ്താൽ മതി. അപ്പൊ നമ്മൾ അതിനെ സ്വിങ്ങിങ് എന്ന് പറയും. അപ്പൊ എന്താണ് ഈ ലെവലിംഗ്, എന്താണ് സെന്ററിങ്? ലെവലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രോസസ്സാണ് അല്ലെ. ലെവല് കണ്ടുപിടിക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ലെവലിംഗ് എന്ന് പറയാ. സെന്ററിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്ട്രുമെന്റിന്റെ സെന്റർ താഴെയുള്ള പോയിന്റിനെ എക്സാക്ട് ആയിട്ട് കോയിൻസൈഡ് ചെയ്ത് കൊണ്ടുവരുന്നതിനെയാണ് നമ്മൾ സെന്ററിംഗ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ഗ്രില്ലേജ് ഫൗണ്ടേഷൻ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഫ്ലാഞ്ചസ് ഓഫ് ഗ്രില്ലേജ് ബീം ഷുഡ് ബി ഈക്വൽ ടു. ഗ്രില്ലേജ് ഫൗണ്ടേഷനിൽ ഫ്ലാഞ്ചുകൾ, അതായത് ഗ്രില്ലേജ് ബീമിന്റെ ഫ്ലാഞ്ചുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കണം, അത് എത്രതിന് ഈക്വൽ ആയിരിക്കണം എന്നുള്ളതാണ് ചോദ്യം. ഗ്രില്ലേജ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് സ്റ്റീൽ സ്റ്റാൻജിയൻസ് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഐ സെക്ഷനുകൾ ഉപയോഗിച്ചുകൊണ്ട്, ഐ സെക്ഷൻ സ്റ്റീൽ ബീമുകൾ ഉപയോഗിച്ചുകൊണ്ട് ഫോം ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഫൗണ്ടേഷൻ ആണ് ഗ്രില്ലേജ് ഫൗണ്ടേഷൻ. ഗ്രില്ലേജ് ഫൗണ്ടേഷൻ ഉപയോഗിക്കുന്നത് ഹെവി ലോഡഡ് ആയിട്ടുള്ള കോളത്തിനാണ്. വളരെ വലിയ ലോഡ് വരികയാണെന്നുണ്ടെങ്കിലാണ് നമ്മൾ ഗ്രില്ലേജ് ഫൗണ്ടേഷൻ ഉപയോഗിക്കുക. വളരെ ബെയറിംഗ് കപ്പാസിറ്റി കുറഞ്ഞ സോയിലുകളുള്ള എന്നാൽ ഹെവിലി ലോഡഡ് ആയിട്ടുള്ള കോളംസ് വരുന്ന അവിടെയാണ് നമ്മൾ ഗ്രില്ലേജ് ഫൗണ്ടേഷൻ ഉപയോഗിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ എന്ത് ചെയ്യും? ഐ സെക്ഷൻ ഇങ്ങനെ ലെയർ ആയിട്ട് വെക്കും. 1 അല്ലെങ്കിൽ 3 ഒക്കെ ലെയറുകളാക്കിയിട്ടാണ് ഗ്രില്ലേജുകൾ ഫോം ചെയ്യുന്നത്. അപ്പോൾ ഈ ഗ്രില്ലേജ് വെക്കുമ്പോൾ ഒരു ബീമും അടുത്ത ബീമിന്റെയും ഫ്ലാഞ്ച് തമ്മിലുള്ള ദൂരം അല്ലെങ്കിൽ അതിന് തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കണം എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. ഇതിന്റെ ആൻസർ ഇപ്പോൾ ഫ്ലാഞ്ചുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് 30 mm അതല്ലെങ്കിൽ ട്വൈസ് ദ ഫ്ലാഞ്ച് വിഡ്ത്തോ ആണ്. ഫ്ലാഞ്ച് വിഡ്ത്തിന്റെ 2 ടൈംസോ ആണ്. ഇത് നമ്മൾ ഒരു സ്റ്റീൽ സ്റ്റാൻഡിന് കൊടുക്കുകയാണെങ്കിൽ ഇതൊരു കോൺക്രീറ്റ് പാഡിലാണ് എന്ത് ചെയ്യുക അത് വെച്ചിട്ടുണ്ടാവുക. നിങ്ങൾ ഫിഗറിൽ കാണുന്ന പോലെ ഒരു കോൺക്രീറ്റിന്റെ മുകളിലാണ് എന്ത് ചെയ്യുക ഈ സ്റ്റീൽ ബീമുകൾ കൊടുത്തിട്ടുണ്ടാവുക. അതിങ്ങനെ അടുപ്പിച്ച് വെക്കുന്നതിന് പകരം എന്ത് ചെയ്യും, ഒരു 30 mm അതല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ട്വൈസ് ദ ഫ്ലാഞ്ച് വിഡ്ത്തോ ആണ് എന്ത് ചെയ്യുക ഗ്യാപ്പ് ഇട്ടുണ്ടാവും. അവിടെ മുഴുവൻ എന്ത് ചെയ്യും, നമ്മൾ കോൺക്രീറ്റ് ഫില്ല് ചെയ്യും. ജോയിന്റ്സ് മുഴുവൻ കോൺക്രീറ്റ് ഫില്ല് ചെയ്യും. അപ്പൊ ഇതിന്റെ ആൻസർ ഓപ്ഷനിൽ കൊടുത്തിട്ടില്ല. മേ ബി ക്വസ്റ്റ്യൻ ഡെലീറ്റഡ് ആയിരിക്കാം. ട്വൈസ് ദ ഫ്ലാഞ്ച് വിഡ്ത്ത് എന്നുള്ളതാണ് ഇതിന്റെ ആൻസർ, അല്ലെങ്കിൽ 30 mm വിച്ച് എവർ ഈസ് ലെസ്സർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫോർ DPC ദ പ്രൊപ്പോർഷൻ ഓഫ് സിമെന്റ് മോർട്ടാർ. ഡാം പ്രൂഫ് കോഴ്സിന് നമ്മൾ കൊടുക്കുന്ന സിമെന്റ് മോർട്ടാറിന്റെ റേഷ്യോ എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. നമുക്കറിയാം ഡാം പ്രൂഫ് കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോഴ്സ്, ഈ ലെയർ നമ്മൾ കൊടുക്കുന്നത് ഡാംനെസ്സിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വെള്ളം എടുക്കുന്നത് അല്ലെങ്കിൽ വെള്ളം ആ ഒരു സർഫസിൽ ആ ഒരു മേസണറിയിൽ വരുന്നതിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡാം പ്രൂഫ് കോഴ്സ് കൊടുക്കുക. അപ്പോൾ ഡാം പ്രൂഫ് കോഴ്സ് കൊടുക്കുമ്പോൾ അവിടെ ഉണ്ടാവേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇംപെർമിയബിൾ ആയിരിക്കണം. അതായത് ഡാംനെസ് കോഴ്സിന് അകത്തുകൂടെ പാസ് ചെയ്യാൻ പറ്റാത്ത രൂപത്തിലായിരിക്കണം ഡാം പ്രൂഫ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ സിമെന്റ് മോർട്ടാറിൽ സിമെന്റും അതേപോലെ തന്നെ സാൻഡും ആണ് ഉണ്ടാവുക. ഈ സിമെന്റും സാൻഡും ഹൈ ആയിട്ടുള്ള പ്രൊപ്പോർഷനിൽ വരുമ്പോൾ മാത്രമാണ് ഡാം പ്രൂഫ് കോഴ്സ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഹൈ ആയിട്ടുള്ള പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാർട്ട് സിമെന്റിന്
2 പാർട്ട് സാൻഡ് ഉപയോഗിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, സിമെന്റ് പ്രൊപ്പോർഷൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്താണ്, അവിടെ സിമെന്റിന്റെ ക്വാണ്ടിറ്റി കൂടുതലാണ് മറ്റുള്ള പ്രൊപ്പോർഷനേക്കാളും. സോ ഇറ്റ് വിൽ ബി മോർ സ്ട്രോങ്ങർ എന്ന് നമുക്ക് പറയാം. അപ്പോൾ 1:2 ആണ് ഡാം പ്രൂഫ് കോഴ്സ് സിമെന്റ് മോർട്ടാർ ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. M10 കോൺക്രീറ്റ് മിക്സിസ്, M10 കോൺക്രീറ്റ് മിക്സിന്റെ റേഷ്യോ എത്രയാണെന്നുള്ളതാണ് ചോദ്യം. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കോൺക്രീറ്റ് മിക്സുകളുടെ പ്രപ്പോർഷൻ നമ്മൾ പറയുമ്പോൾ എപ്പോഴും ഇത് എന്താണ്, ഒരു കോമൺ ആയിട്ട് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന ചില പ്രപ്പോർഷനുകളാണ്. എല്ലാ സൈറ്റുകളിലും ഈ പ്രപ്പോർഷൻ വാലിഡ് ആയിക്കൊള്ളണം എന്നില്ല. കാരണം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസിന്റെ പ്രോപ്പർട്ടിക്ക് അനുസരിച്ച് ഈ പ്രപ്പോർഷനിൽ എന്ത് ചെയ്യാം, മാറ്റങ്ങൾ വരാം. അപ്പൊ ചില സ്ഥലങ്ങളിൽ M20 അല്ലെങ്കിൽ M25 എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ടേബിളിൽ കാണിച്ചിരിക്കുന്നത് പ്രകാരമുള്ള പ്രപ്പോർഷൻ ആയിക്കൊള്ളണമെന്നില്ല. കാരണം അവിടെ ആ സൈറ്റിൽ നമുക്ക് കിട്ടുന്ന മെറ്റീരിയൽസിന്റെ പ്രോപ്പർട്ടിക്ക് അനുസരിച്ച് അതിൽ എന്തുണ്ടാവും, വേരിയേഷൻ ഉണ്ടാവും. അപ്പൊ എന്തായാലും നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന ചില മിക്സ് പ്രപ്പോർഷനുകൾ ഉണ്ട്, യൂഷ്വലി നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന മിക്സ് പ്രപ്പോർഷനുകൾ. അപ്പോൾ അത് ഏതാണെന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. M10 M10 കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രപ്പോർഷൻ ഏതാണെന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. ആദ്യം മനസ്സിലാക്കേണ്ടത് M10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്സ് 10 എന്നാണ് അർത്ഥം. അതായത് M ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് മിക്സിനെയും 10 എന്നുള്ളത് അതിന്റെ 28 ഡേയ്സിലുള്ള കംപ്രസീവ് സ്ട്രെങ്ത്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇനി M10 കോൺക്രീറ്റ് മിക്സിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 1:3:6 ആണ്. 1:3:6. എന്താണ് ഇങ്ങനെ റേഷ്യോ പറഞ്ഞാൽ, 1 പാർട്ട് സിമെന്റ്, 3 പാർട്ട് ഓഫ് സാൻഡ് ആൻഡ് 6 പാർട്ട് ഓഫ് അഗ്രിഗേറ്റ്, കോഴ്സ് അഗ്രിഗേറ്റ്. ബാക്കിയുള്ള മിക്സുകൾ നോക്കാം. ഇത് നമ്മൾ പഠിച്ചു വെക്കുക. സ്ഥിരമായിട്ട് PSCയുടെ 3rd ഗ്രേഡ് അല്ലെങ്കിൽ 2nd ഗ്രേഡിന്റെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ കാണാവുന്ന ഒരു ചോദ്യമാണ്. M5 1:5:10. അത് നമുക്ക് എളുപ്പത്തിൽ പഠിക്കാം അല്ലേ. 5 അതിന്റെ സാൻഡിന്റെ പ്രൊപ്പോർഷൻ ആണ്, 1:5:10. പിന്നെ അടുത്ത മിക്സ് എന്ന് പറയുന്നത് M10 അല്ല, M7.5 ഉണ്ട്. അത് പലപ്പോഴും നമ്മൾ സ്കിപ്പായി പോകുന്ന ഒരു റേഷ്യോ ആണ്. M7.5 എന്ന് പറയുന്നത് 1:4:8 ആണ്. അവിടെ എന്ത് ചെയ്തു, സിമെന്റിന്റെ പ്രൊപ്പോർഷൻ ഒന്ന് കുറഞ്ഞു. അടുത്തത് M10 1:3:6 ആണ്. സാൻഡിന്റെ പ്രൊപ്പോർഷൻ വീണ്ടും കുറഞ്ഞു, 1:3:6. M15 1:2:4, M20 1:1.5:3, M25 1:1:2. 1:1:2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 പാർട്ട് സിമെന്റ്, 1 പാർട്ട് ഓഫ് സാൻഡ് ആൻഡ് 2 പാർട്ട് ഓഫ് കോഴ്സ് അഗ്രിഗേറ്റ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ റെക്കമെൻഡഡ് സ്ലംപ് ഓഫ് കോൺക്രീറ്റ് ഫോർ റോഡ് കൺസ്ട്രക്ഷൻ. റോഡ് കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കോൺക്രീറ്റിന്റെ സ്ലംപ് എത്രയായിരിക്കണം എന്നുള്ളതാണ് ചോദ്യം. ഇതിന്റെ ആൻസർ 20 to 40 mm ആണ്. അപ്പോൾ കോൺക്രീറ്റിന് നമ്മൾ കൊടുക്കേണ്ട സ്ലംപ് അല്ലെങ്കിൽ അതിന് കിട്ടേണ്ട സ്ലംപ് എന്ന് പറയുന്നത് ചില വാല്യൂസ് നമ്മൾ പഠിച്ചു വെക്കുക. ആദ്യം സ്ലംപ് എന്താണ് എന്ന് നിങ്ങൾക്ക് അറിയണം. സ്ലംപ് എന്നുള്ളത് എന്താണ്, വർക്കബിലിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ സൈറ്റിൽ ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് സ്ലംപ് എന്നുള്ളത്. സ്ലംപിന് നമുക്കൊരു സ്ലംപ് കോൺ ഉണ്ടാവും. ആ സ്ലംപ് കോണിന്റെ ഹൈറ്റ് 30 സെന്റിമീറ്റർ ആണ്. അതിലേക്ക് എന്ത് ചെയ്യും, നമ്മൾ ലെയർ ആയിട്ട് കോൺക്രീറ്റ് നിറയ്ക്കും. ഓരോ ലെയറിനെയും നമ്മൾ 15 തവണ ടാമ്പ് ചെയ്യും. ടാമ്പ് ചെയ്തതിന് ശേഷം 2 ഹാൻഡിൽ പിടിച്ചിട്ട് എന്ത് ചെയ്യും, സ്ലംപ് കോൺ മുകളിലേക്ക് ഉയർത്തും. അപ്പൊ എന്ത് ചെയ്യും, ആ സ്ലംപ് കോണ് സ്ലംപിന്റെ ഹൈറ്റിൽ നിന്ന് അല്ലെങ്കിൽ സ്ലംപ് കോണിന്റെ മുകളിൽ നിന്ന് ഹയസ്റ്റ് പോയിന്റിലേക്ക്, ആ സ്ലംപ് കോൺ മിക്സിന്റെ ഹയസ്റ്റ് പോയിന്റിലേക്ക് വരുന്ന ഹൈറ്റിനെയാണ് നമ്മൾ സ്ലംപ് എന്ന് പറയുന്നത്. അത് MM-ലാണ് എന്ത് ചെയ്യുക, മെഷർ ചെയ്യുക. അപ്പൊ അത് 20 to 40 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എന്താണ്, അത് ഒരു സ്റ്റിഫ് ആയിട്ടുള്ള മിക്സ് ആണ് അല്ലെ. 2 സെന്റിമീറ്റർ to 4 സെന്റിമീറ്റർ വരെ സ്ലംപ് തരുന്നതാണ് എന്നുണ്ടെങ്കിൽ അതെന്താണ്, ഒരു വർക്കബിലിറ്റി കുറഞ്ഞ ഒരു കോൺക്രീറ്റ് ആണ്. വർക്കബിലിറ്റി കുറഞ്ഞതെന്ന് പറഞ്ഞാൽ വളരെ സ്റ്റിഫ് ആയിട്ടുള്ള ഒരു മിക്സ് ആയിരിക്കും. അപ്പോൾ റോഡ് കൺസ്ട്രക്ഷൻ ആണെന്നുണ്ടെങ്കിൽ 20 to 40 mm ആണ് സ്ലംപ് കിട്ടേണ്ടത്. എന്നാൽ കർബിന്, പാരപ്പറ്റ്, പിയർ, സ്ലാബ്, വാള് ഒക്കെ വരുന്നതിന് നമ്മൾ 40 to 50 mm ആണ് അതിന്റെ സ്ലംപ് വരിക. കനാൽ ലൈനിങ്ങിനാണെന്നുണ്ടെങ്കിൽ 70 to 80 mm. ആർച്ച് അതേപോലെ തന്നെ ടണലിന്റെ സൈഡ് വാളൊക്കെ ആണെന്നുണ്ടെങ്കിൽ 90 to 100 mm ആണ് സ്ലംപ് വരേണ്ടത്. നോർമൽ RCC വർക്കിന് 80 to 150 mm വരെ സ്ലംപ് വരാം. അത് ഡിപ്പെൻഡിങ്, ഓരോ വർക്കിനെ എന്ത് ചെയ്യും, അത് ഡിപ്പെൻഡ് ചെയ്യും. 80 to 150യുടെ ഇടയ്ക്ക് പല റേഞ്ച് ഉണ്ടാവും. അപ്പോൾ ബീം കാസ്റ്റ് ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ കോളം കാസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലൊക്കെ എന്താണ്, സ്ലംപിൽ ചെറിയ വേരിയേഷൻ ഉണ്ടാവും. എന്നാൽ 80 to 150യുടെ ഉള്ളിലാണ് എന്ത് ചെയ്യുക, നോർമൽ RCC വർക്കിന്റെ സ്ലംപ് നിൽക്കുക. ഇനി മാസ് കോൺക്രീറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ എന്താണ്, കുറച്ചുകൂടെ സ്റ്റിഫ് ആയിട്ടുള്ള മിക്സ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് 25 to 50 mm ആണ് ഉണ്ടാവുക. വൈബ്രേറ്റഡ് കോൺക്രീറ്റ് ആണെന്നുണ്ടെങ്കിൽ 10 to 25 mm ആണ്. അപ്പോൾ വൈബ്രേറ്റഡ് കോൺക്രീറ്റ് ആകുമ്പോൾ വർക്കബിലിറ്റി എന്ത് ചെയ്യും, ആ വൈബ്രേഷനിലൂടെ നമുക്ക് ലഭിക്കും, കുറച്ചും കൂടെ എന്ത് ചെയ്യും, വർക്കബിലിറ്റി കിട്ടും. അതുകൊണ്ടാണ് അത്രയും സ്റ്റിഫ് ആയിട്ടുള്ള ഒരു മിക്സ്
നമ്മൾ വൈബ്രേറ്റഡ് കോൺക്രീറ്റിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് റെക്കമെൻഡഡ് സ്ലംബ് ആണ്. ഇത് നമ്മൾ പഠിച്ചു വെക്കുക. ചിലപ്പോൾ ഇതിൽ നിന്നുള്ള ഏത് വേണമെങ്കിലും നമ്മളുടെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ വെയിറ്റ് ഓഫ് 12 mm റൗണ്ട് സ്റ്റീൽ ബാർ ഇസ് ഡാഷ് കിലോഗ്രാം പെർ മീറ്റർ. 12 mm റൗണ്ട് ബാറിന് എത്രയാണ് വെയിറ്റ് ഉണ്ടാവുക എന്നുള്ളത്. അതിന് നമ്മൾ റഫായിട്ട് പഠിച്ചു വെക്കേണ്ട ഒരു ഇക്വേഷനാണ് d²/162 എന്നുള്ളത്. 1 മീറ്റർ ലെങ്ത്തിൽ ഒരു റൗണ്ട് ബാർ ആണെന്നുണ്ടെങ്കിൽ അത് തരുന്ന വെയിറ്റ് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷനാണ്. ഇതിൽ ഡി നമ്മൾ കൊടുക്കേണ്ടത് mmലാണ്. ഡയമീറ്റർ ഓഫ് ദ ബാർ എത്രയാണോ അത് mmൽ കൊടുക്കുക. അപ്പോൾ നമുക്ക് കിലോഗ്രാം പെർ മീറ്റർ കിട്ടും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് തെറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ആൻസറും തെറ്റിപ്പോവും. അപ്പോൾ d²/162 12 mm നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ 12² / 162 അപ്പോൾ 144/162 0.89 കിലോഗ്രാം പെർ മീറ്റർ എന്ന് ഇതിന്റെ ആൻസർ കിട്ടും. അപ്പോൾ ഇതിന്റെ ആൻസർ 0.89 ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ മിനിമം തിക്നെസ് ഓഫ് സ്റ്റെം വാൾ അറ്റ് ടോപ്പ് ഈസ് ഡാഷ് സെന്റിമീറ്റർ. ഒരു സ്റ്റെം വാളിന്റെ ടോപ്പിലുള്ള മിനിമം തിക്നെസ് എത്രയാണെന്നുള്ളതാണ് ചോദ്യം. സ്റ്റെം വാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു റീറ്റെയിനിങ് വാൾ ആണ്. സ്റ്റെമ്മിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ കാൻഡിലിവർ റീറ്റെയിനിങ് വാളിനെയാണ് നമ്മൾ സ്റ്റെം വാൾ എന്ന് പറയുന്നത്. ആ കാൻഡിലിവർ റീറ്റെയിനിങ് വാൾ വരുന്ന ആ വെർട്ടിക്കൽ ആയിട്ടുള്ള വാളിനെയാണ് നമ്മൾ സ്റ്റെം എന്ന് പറയുന്നത്. കാൻഡിലിവർ റീറ്റെയിനിങ് വാളുകൾക്ക് അടിഭാഗത്ത് ബേസിൽ എന്തായിരിക്കും അതിന്റെ തിക്നെസ് കൂടുതലായിരിക്കും, മുകളിലോട്ട് തിക്നെസ് കുറവായിരിക്കും. അപ്പം മിനിമം നമ്മൾ തിക്നെസ് ഈ സ്റ്റെം വാളിന്റെ തിക്നെസ് മിനിമം ടോപ്പിൽ പ്രൊവൈഡ് ചെയ്യേണ്ടത് 20 സെന്റിമീറ്റർ ആണ്. അതിന് ആൻസർ ഓപ്ഷൻ സി ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ഡിസ്റ്റംബർ ദ ബേസ് മെറ്റീരിയൽ ഇസ്. ഡിസ്റ്റംബറിൽ നമ്മൾ ഉപയോഗിക്കുന്ന ബേസ് മെറ്റീരിയൽ ഏതാണെന്നുള്ളതാണ്. ഡിസ്റ്റംബർ എന്ന് പറഞ്ഞാൽ ശരിക്കും ചോക്കിന്റെ പൗഡറാണ്. അപ്പോൾ ഇതിന്റെ ബേസ് മെറ്റീരിയൽ എന്ന് പറയുന്നത് എന്താണ്? ചോക്ക് തന്നെയാണ്. അല്ലെങ്കിൽ ആ വൈറ്റ് കിട്ടുന്നത് എന്താണ്? ആ ചോക്ക് ഉള്ളത് കൊണ്ടാണ് അതിന് വൈറ്റ്നസ് കിട്ടുന്നത്. ചോക്ക് പൗഡറാണ് അതിന്റെ ബേസ് മെറ്റീരിയൽ. അതിലേക്ക് നമ്മൾ വാട്ടർ ആഡ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ട്? നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ വെഹിക്കിൾ എന്ന് പറയുന്നത് എന്താണ്? വാട്ടറാണ്. സാധാരണ ഓയിൽ പെയിന്റുകളിലൊക്കെ വെഹിക്കിൾ നമ്മൾ ലിൻസീഡ് ഓയിലോ അല്ലെങ്കിൽ ടങ് ഓയിലോ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്നാൽ ഡിസ്റ്റംബറിൽ വെഹിക്കിൾ എന്ന് പറയുന്നത് വാട്ടറാണ്. ഈ ക്വസ്റ്റ്യനും സാധാരണ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ വൈറ്റിംഗ് ആണ് കിട്ടുക. നമുക്കറിയാം വൈറ്റ് കളറാണ് ഡിസ്റ്റംബറിന് ഉള്ളത്. അപ്പോൾ ഈ ഭാഗം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ.